ഒരു ബ്ലാക്ക് മെയിലിൽ നിന്ന് തുടങ്ങി ഒരുപാട് ബ്ലാക്ക് മെയിലിംഗ് കൺഫ്യൂഷൻസുകളിലേക്ക് പോകുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഹിന്ദി മൂവിയാണ് ബ്ലാക്ക് മെയിൽ. ഇതേപോലെയൊക്കെ പറയാവുന്ന കുറേ അധികം ബ്ലാക്ക് മെയിലുകൾ കൂടിയ ഒരു വലിയ ബ്ലാക്ക് മെയിലിംഗ് സിനിമയാണ് തമിഴിൽ ഈ വർഷം പുറത്തിറങ്ങിയിട്ടുള്ള ബ്ലാക്ക് മെയിൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. തമിഴിൽ നിന്നും തിയേറ്റർ റിലീസിന് ശേഷം കഴിഞ്ഞ ദിവസം OTT റിലീസായിട്ട് വന്നിട്ടുള്ള ബ്ലാക്ക് മെയിൽ. MU മാലൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള GV പ്രകാശ് കുമാർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ സിനിമ ഒരു സസ്പെൻസ് ത്രില്ലർ എന്നൊക്കെ പറയാവുന്ന ഒരു ജോണറിൽ വരുന്ന ഒരു നിയോ നോയർ അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ലിങ്ക് സിനിമയൊക്കെയാണ്. സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ ഒരു ഡെലിവറി ഏജൻറ്റിൻ്റെ വാൻ നഷ്ടപ്പെടുകയും ഇതേ സമയം മറ്റൊരിടത്ത് ഒരു കപ്പിളിൻ്റെ കുട്ടിയെ കാണാതാവുകയും ഇത് കണക്റ്റഡ് ആവുന്ന ചില പ്രശ്നങ്ങളിൽ ചില ബ്ലാക്ക് മെയിലിങ്ങിൽ നിന്ന് കഥ തുടങ്ങുകയും ചെയ്യുന്നിടത്താണ്. അതിനെ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള രീതി ഒരു ഒക്കേഷ് രീതിയിലാണ്. പടം എനിക്കെങ്ങനെ അനുഭവപ്പെട്ടു എന്ന് പറയുമ്പോൾ എനിക്കിതിൻ്റെ കഥ നല്ലതായിട്ട് തോന്നി. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു മാനഗരം സ്റ്റൈലിലൊക്കെ ചെയ്തു വെക്കാമായിരുന്ന ഒരു പരിപാടി ഇതിൻ്റെ കഥയിലുണ്ടായിരുന്നു. തിരക്കഥയിലേക്ക് വന്നപ്പോൾ പക്ഷേ കുറേ ഇടങ്ങളിൽ കുറേ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കയറി വരികയും ആവശ്യമുള്ള ഒരു ഡെപ്തൊന്നും ക്യാരക്ടേഴ്സിന് കൊടുക്കാൻ പറ്റാതെ പോവുകയും കുറേ അധികം കൺഫ്യൂഷൻസ് വന്നപ്പോൾ കുറച്ച് ഓവർ എന്താ പറയുക കണ്ടൻറ്റഡ് ആയിപ്പോയ ഒരു പരിപാടിയൊക്കെ, അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ എനിക്ക് പേഴ്സണലി പലയിടത്തും ഫീൽ ചെയ്തു ഈ സിനിമയിൽ. മേക്കിങ്ങിലേക്ക് വരുമ്പോൾ ഒരു ഓക്കേഷ് ലെവലാണ്. ഈ ഒരു സ്റ്റാർ കാസ്റ്റ് സംഭവങ്ങളൊക്കെ വെച്ച് ഇതിൻ്റെ ലെവലിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിൽ അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗ്രാൻഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും പറയാനില്ല, എന്നാൽ തീരെ മോശം എന്ന് പറയാനുള്ള എലമെൻസ് ഒന്നുമില്ല. ഡ്യൂറേഷൻ അധികമായി പോയതാണ് ഈ സിനിമയുടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഈ ഒരു കഥ വളരെ കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന, അല്ലെങ്കിൽ ഇത്ര അധികം കോംപ്ലക്സ് ആക്കാതെ പറഞ്ഞു തീർത്തിരുന്നെങ്കിൽ കുറച്ച് സമയം കൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാമായിരുന്ന ഒരു കഥയായിരുന്നു. കുറേ ട്വിസ്റ്റുകളുണ്ട്, ഒരുപാട് ട്വിസ്റ്റുകൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അവരുടെ നോൺ ലീനിയർ നറേഷൻ രീതി ചില സ്ഥലങ്ങളിലൊക്കെ വരുന്നുണ്ട്. ചിലയിടത്ത് നന്നായി വന്നിട്ടുണ്ട്, ചിലയിടത്ത് അത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുണ്ട്. പടത്തിൻ്റെ എഡിറ്റിംഗ്, മ്യൂസിക്കൽ സെക്ഷൻസൊക്കെ ഒരു ആവറേജ് ലെവലാണ് പുലർത്തിയിട്ടുള്ളത്. പിന്നെ കാസ്റ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള GV പ്രകാശ് കുമാർ, പുള്ളി ഈ പറയുന്ന പോലെ തമിഴിൽ വളരെ ഫേമസ് ആയ ഒരു ആക്ടറായി മാറിയ ഒരു മ്യൂസിക് ഡയറക്ടറാണ്. പക്ഷേ ആളുടെ സിനിമകളിലേക്ക് വരുമ്പോൾ എല്ലാം അത്യാവശ്യം നല്ല കൺസെപ്റ്റുകൾ എടുത്തൊരു മിഡ് ലെവലിൽ ചെയ്തു വയ്ക്കുന്ന സിനിമകൾ മാത്രമാണ്. ഒന്നും അങ്ങനെ ഒരു വെരി ഗുഡ് ലെവലിൽ വന്നിട്ടുള്ള പുള്ളിയുടെ സിനിമ എനിക്ക് തോന്നുന്നു അടുത്ത സമയത്തൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഭയങ്കര പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന ഒരുപാട് സിനിമകൾ പുള്ളിയുടെ കയ്യിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒബ്വിയസ്ലി അതിൻ്റെ ഡയറക്ടേഴ്സിൻ്റെയും റൈറ്റേഴ്സിൻ്റെയും കുഴപ്പമാണ്. അങ്ങനെ നല്ല സ്റ്റോറീസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഫൈനൽ ഔട്ട്പുട്ടിൽ പുള്ളിയുടെ സിനിമകളൊന്നും ഒരു സാറ്റിസ്ഫൈങ് എക്സ്പീരിയൻസ് തരുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. അപ്പോൾ അതുപോലൊരു ലെവലിൽ തന്നെയാണ് ഈ സിനിമയും. എന്നാൽ തീരെ അങ്ങോട്ട് മോശമല്ല, നമുക്കൊരു തവണ കണ്ടു നോക്കാവുന്ന ലെവലിലുള്ളൊരു ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഹൈപ്പർ ലിങ്ക് സിനിമകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു ലെവലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ പെർഫോമൻസും ആ ക്യാരക്ടറിനും കഥാസന്ദർഭങ്ങൾക്കും ആവശ്യമുള്ള രീതിയിലാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. അത് ഓവറോൾ ഈ സിനിമ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മാനഗരം പോലൊരു ടെംപ്ലേറ്റിൽ, എന്നാൽ ആ ലെവലൊന്നും ഇല്ല, ആ ഒരു സംഭവമായിട്ട് കമ്പാരിസൺ ഒന്നുമല്ല, പക്ഷേ ആ ഒരു സ്റ്റൈൽ ഓഫ് സ്റ്റോറി നറേഷനിലുള്ളൊരു നിയോ നോയർ അങ്ങനെയുള്ളൊരു സിനിമ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ ശ്രമിക്കുക. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.